ആശാനെ നീ പോരെ, ആശാനെ പോരാ. കുരിശി തുണ്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ വല്ലപ്പോഴും പലപ്പോഴും അല്ല വല്ലപ്പോഴും എപ്പോഴും കാണും. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. അവനറിയാവോ തുണ്ട് കാണുന്ന കാര്യം? പിന്നെ അവൻ എന്നോട് അയച്ചു കൊടുക്കാറൊക്കെ പറയും. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. യെസ്, ചിലപ്പോ അങ്ങനെയായിരിക്കും. ഇത് പ്രശ്നമല്ല. ഇല്ല, ഞാൻ താഴ്ത്തു പഠിച്ചിട്ടുണ്ട് ഫെമിനിസ്റ്റ്. കാണാൻ പറ്റില്ല, ഫുൾ കൈറോ. പിന്നെ കാണിച്ചു മതി. കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏവൻ എന്തൊക്കെ പറഞ്ഞാലും ലൈംഗികതയെ പറ്റിയുള്ള പോസ്റ്റുകൾ ഇനിയും ഞാൻ ഇടും. യെസ്, അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. യെസ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ടൈപ്പ് എന്റെ തുണ്ട് വീഡിയോ വരെ ഇറങ്ങിയിട്ടുണ്ട്. വെടി വഴിപാടാണല്ലേ? ശരിക്കും തുണ്ട് പിടിയാണോ? ശരിക്കും തുണ്ട് വീഡിയോ അല്ല, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ. ശരിക്കും തുണ്ട് വീഡിയോ ഇറങ്ങിയിട്ടില്ല. ഇല്ല, ഞാൻ ആർക്കും തുണ്ട് വീഡിയോ കൊടുക്കാറില്ല. ആ വീഡിയോ ഇറങ്ങിയിട്ട് ശരി, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലല്ല. കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ ഇപ്പോഴും സേവ് ചെയ്തിട്ടുണ്ട്. കാണാൻ അത് ഞാൻ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിങ്ങനെ ചോദിക്കുന്നത് ആണോ ഇല്ലാത്ത ഉടുപ്പിന്റെ മരയൊക്കെ പറഞ്ഞിട്ട് ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. സെക്സ് ടോയ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ ക്ഷണം കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും. യെസ്, നിന്നെ ഞാൻ തപ്പി നടക്കുക. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. മെൻസ്ട്രോൾ കപ്പും ഈ വൈബ്രേറ്ററൊക്കെ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 5-6 പേരെ കുറിച്ച് ചോദിക്കും. അപ്പൊ അവരെ പെട്ടെന്ന് കേൾക്കുമ്പോ എന്ത് ഫീലിംഗ് ആണ് വരുന്നത്? എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് വ്യക്തി ലൈല ഫാത്തിമ. രഹന ഫാത്തിമ സംസാരം കുറവുള്ള, പ്രവൃത്തി കൂടുതലുള്ള വ്യക്തി. കേൾക്കാൻ നല്ല രസമുണ്ടോ? അച്ഛൻ മൈരൻ. വാഴയും വെച്ചാ മതിയായിരുന്നു. പുള്ളിക്കാരൻ ഒരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. കുറെ സ്ഥലത്ത് പോയി കുറെ പെൺപിള്ളേരെ പോയിട്ട് കല്യാണം കഴിച്ച് കുറെ പിള്ളേരെ ഉണ്ടാക്കി ഇട്ടിട്ട് പോകും. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറയാൻ ആ സെഗ്മെന്റ് പേര്. ഓ മൈ ഗോഡ്, കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് കളിക്കാൻ ഇഷ്ടമാണോ? കളിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. കളിക്കാൻ ചോദിച്ചാൽ കൊടുക്കും. നമ്മുടെ കളി പറയുമ്പോൾ കുറെ കളിയുണ്ട്. ഇവര് ഡബിൾ മീനിങ് ചോദിക്കും. ഞാൻ സാധാരണയായിട്ടൊക്കെ പറയും. അതാണ് ഞാൻ എന്റെ സ്ട്രാറ്റജി. കുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? കളി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. അങ്ങനെ കളിക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ടോ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ.